ഫയർഫോഴ്സിന്റെയും ഡ്രോൺ സംവിധാനം ഉടൻ തന്നെ അവിടേക്ക് എത്തും. ആ അപകട സ്ഥലത്തിന്റെ വ്യാപ്തി എന്താണ്, എവിടെയെങ്കിലും മൃതദേഹങ്ങളുണ്ടോ, ആളുകൾക്ക് പരിക്കേറ്റ് കിടക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ ഡ്രോൺ എത്തിച്ച് പരിശോധന നടത്തുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് സോണൽ കൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുകയാണ്. സോണൽ, മരണസംഖ്യ ഉയരുന്നുണ്ട്. 6 മരണമെന്ന് ഔദ്യോഗികമായി ചില വിവരങ്ങൾ വരുന്നുണ്ട്. പരിക്കേറ്റവരുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എങ്ങനെയാണ്, ക്രമീകരണങ്ങളും? മാധു, ഇവിടെ എല്ലാം സജ്ജമാണ്. നമുക്ക് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു വിവരം ആ മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്നത് ഏകദേശം 6 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. പ്രധാനമായി പറയേണ്ടത്, ഇപ്പോൾ ഇങ്ങോട്ടേക്ക് പരിക്കേറ്റ് കൊണ്ടുവരുന്നവരെ എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ട ചികിത്സ ഉറപ്പുവരുത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. വിദഗ്ധ ചികിത്സ ഉറപ്പുവരുത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇതിനോടകം തന്നെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആരോഗ്യമന്ത്രി പറഞ്ഞ പോലെ. അതിന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എല്ലാ തരത്തിലും, അതായത് എത്രത്തോളം സ്റ്റാഫാണ് ഈ കാഷ്വാലിറ്റിക്ക് മുമ്പിൽ നിരന്ന് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏത് വിധേനയും ആരും പരിക്കേറ്റ് ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടനടി തന്നെ ആ വിദഗ്ധ ചികിത്സ നൽകാൻ കഴിയുന്ന രീതിയിലേക്ക് സംഗതികൾ കൊണ്ട് ചെന്നെത്തിക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഒരുപാട് പേര് ഇതിനോടകം തന്നെ ഏകദേശം 20-നടുത്ത ആളുകളെ ആ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും സങ്കടകരം എന്ന് ആവർത്തിച്ച് പറയേണ്ടത്, 6ഓളം മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിദഗ്ധ ചികിത്സ ഇതിനകത്തിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പൊള്ളലേറ്റ് 100% പൊള്ളലേറ്റ 3-4 പേരുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ എത്തിയപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കാൻ വേണ്ടി ചീഫ് ഡോക്ടർമാർ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം അത് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് എത്രയും പെട്ടെന്ന് വിദഗ്ധർ കൂടി ഡോക്ടർമാർ അടങ്ങുന്ന സംഘങ്ങളെ കൂടിയാനുള്ള നടപടികളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഏത് വിധേനയും പരിക്കേറ്റ് വരുന്നവരെ കൃത്യമായി അവരെ കൊണ്ടുപോയി ചികിത്സിക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് അതിന് തയ്യാറായി നിൽക്കുന്ന ആളുകളെയൊക്കെ തന്നെ ഇവിടെ നിന്ന് കാണാൻ വേണ്ടി. സാറേ, എത്ര പേരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്? ശരിക്കും 8 പേരെ എത്തിച്ചിട്ടുണ്ട്. ശരീരഭാഗങ്ങളാ കൂടുതൽ അല്ലേ? 3 പേരെ ശരീരഭാഗങ്ങൾ. അങ്ങനെ നോക്കാം, 11 പേരല്ലേ? അല്ല, ഇതുവരെ 8 എണ്ണമാണ് വന്നിരിക്കുന്നത്. 5+3 അങ്ങനെ ഇനി വരാനുണ്ട്. എത്ര പേര് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള എന്തെങ്കിലും വിവരം കറക്റ്റ് അറിഞ്ഞൂടാ, എനിക്കറിയില്ല, അതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. 8 പേര്. എത്ര മരണം ഇപ്പൊ സ്ഥിരീകരിച്ചിട്ടുണ്ട്? മരണം ഇപ്പോൾ 8 പേരാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് മധു, 8 മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇനിയും മരണസംഖ്യ കൂടാനുള്ള സാധ്യതകൾ കൂടിയുണ്ട് എന്നുള്ളതാണ്. 3ഓളം ചാക്കുകളിലാക്കി ശരീരഭാഗങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ആശങ്കപ്പെടുത്തുന്ന വിവരം കൂടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ എത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും കാഷ്വാലിറ്റിയിൽ മുമ്പിൽ നിന്ന് അതായത് വേണ്ട സുരക്ഷ ഒരുക്കുന്നതിന് ഭാഗമായിട്ട് ആളുകളോട് മാറി നിൽക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇവിടെ കൂടിയിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് ഇപ്പോൾ 8ഓളം മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് നിലവിലെ അവസ്ഥ? എന്താണ്? എത്ര പേരെ എത്തിച്ചിട്ടുണ്ട്? ചേട്ടാ, അതൊന്നും കണക്കില്ലേട്ടാ. ഇനി എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, എല്ലാം ഓക്കെയാണ്. അത് തന്നെയാണ് നമുക്ക് ദൃശ്യം. എല്ലാ സജ്ജീകരണങ്ങളും റെഡിയാണ്. എത്ര ആൾക്കാർ വന്നാലും നമ്മളിവിടെ റെഡി ആയിട്ട് സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. ബോഡികളൊക്കെ ഇപ്പോൾ മോർച്ചറിക്ക് കയറ്റിയിട്ടുണ്ട്. ഇന്ന് തന്നെ നമ്മൾ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള നടപടികൾ ആയിട്ടുണ്ട്. 8 മരണമാണ് ഇപ്പോൾ നിലവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 8 ശരീരഭാഗങ്ങളും 3 ആളുടെ ശരീരഭാഗങ്ങൾ, മറ്റേത് 5 പേരുടെ ബോഡി ആയിട്ടുള്ള കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മൊത്തം 8 പേര്. 8 പേരാണുള്ളതാണ്. 5 പേരുടെ ബോഡി ആയിട്ടും കിട്ടി, 3 പേരുടെ ശരീരഭാഗങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള ചികിത്സ ഉറപ്പുവരുത്താൻ കഴിയും. എല്ലാം റെഡിയാണ്, എല്ലാം സജ്ജമാണ്. പ്രിൻസിപ്പാൾ, സൂപ്രണ്ട് ഉൾപ്പെടെ എല്ലാവരും സജ്ജാണ് ഇവിടെ. മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വളരെ സജ്ജമാണ്. അവിടെ കാഷ്വാലിറ്റി എന്നതുകൂടി വ്യക്തമാക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ പ്രത്യേക കാഷ്വാലിറ്റി തയ്യാറാക്കിയിരിക്കുന്നു. പൂർണ്ണ സജ്ജമാണ്. എത്ര ആളുകൾ പരിക്കേറ്റെത്തിയിട്ടുണ്ടെങ്കിലും ചികിത്സിക്കാനുള്ള പൂർണ്ണ തയ്യാറെടുപ്പുകൾ അവിടെ ഉണ്ട് എന്നത് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുകയാണ്. 8 മരണം സ്ഥിരീകരിക്കുന്നു എന്നതുകൂടി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. 5 പേരുടെ മൃതശരീരങ്ങൾ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ശരീരഭാഗങ്ങൾ 3 പേരുടെ എത്തിച്ചിട്ടുണ്ട്. 8 മരണം സ്ഥിരീകരിക്കുന്നു. തൃശൂർ വെടിക്കെട്ട് അപകടത്തിൽ 8 മരണം സ്ഥിരീകരിക്കുന്നു എന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ ആകാശ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതാണ് പ്രേക്ഷകരെ. സ്ഥലം മുഴുവനും അങ്ങനെ തന്നെ കത്തിച്ചാമ്പലായി പോയതാണ്. അവിടെ വെടിക്കെട്ട്
ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടി, സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് ആ കരിഞ്ഞു കിടക്കുന്നത്. അതിനപ്പുറത്തേക്കും സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടേക്ക് എത്തിച്ചേരാൻ ഇപ്പോഴും കഴിയാത്ത സാഹചര്യമുണ്ട്. പുക ഉയരുന്ന ആ പ്രദേശത്താണ് ആദ്യ സ്ഫോടനം ഉണ്ടായത് എന്നുള്ളതാണ് നേരത്തെ നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ആ പുകയും തീയും ആളിപ്പോകുന്നു. അവിടെ 5ഓളം വെടിപ്പുരകളാണ് ഉണ്ടായിരുന്നത്. 40-40 മനുഷ്യരവിടെ ജോലി ചെയ്തിരുന്നു. എല്ലാവരും മലയാളികളാണ്. ഇപ്പോൾ ആശുപത്രികളിലേക്ക് എത്തിച്ച ആളുകളിൽ 5 പേരുടെ നില ഗുരുതരമാണ്.